أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من عمل صالحا فلنفسه ومن أساء فعليها وما ربك بظلام للعبيد. إليه يرد علم الساعة وما تخرج من ثمرات من أكمامها وما تحمل من أنثى ولا تضع إلا بعلمه ويوم يناديهم أين شركائي قالوا آذناك ما منا من شهيد وضل عنهم ما كانوا يدعون من قبل وظنوا ما لهم من محيص. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന റഹ്മാനും റഹീമുമായ നാഥന്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി കാത്തുസൂക്ഷിക്കണമെന്ന് എവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസൂയത്ത് നൽകുകയാണ്. അള്ളാഹു അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സൂറത്തു ഫുസ്സിലത്തിലെ 45 ആയത്തുകളാണ് നാം പഠിച്ചത്. 46-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മൻ അമില സ്വാലിഹൻ ഫലിനഫ്സിഹി വമൻ അസാഅ ഫഅലൈഹാ വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽഅബീദ്. മൻ ആരെങ്കിലും, അമില പ്രവർത്തിച്ചു, മൻ അമില ആരെങ്കിലും പ്രവർത്തിച്ചാൽ, സ്വാലിഹൻ സൽക്കർമ്മം, അല്ലാഹുവും റസൂലും പഠിപ്പിച്ചു തന്നിട്ടുള്ള സ്വാലിഹുൽ അഅ്മാലുകൾ, നല്ല കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ, ഫലിനഫ്സിഹി അത് തനിക്കു തന്നെയുള്ളതാണ്. നാം ഒരു നല്ല കാര്യം ചെയ്താൽ അത് നമുക്ക് തന്നെയാണ് അതുകൊണ്ടുള്ള നേട്ടം. അത് മറ്റാർക്കും നാം നാളെ പരലോകത്ത് വീതിച്ചു നൽകേണ്ടി വരില്ല. 1 രൂപ ഒരു പാവപ്പെട്ടവന് കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് തന്നെയാണ്. നാം ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ ഫലിനഫ്സിഹി അത് നമുക്ക് മാത്രമാണ്. ഏതൊരു സൽക്കർമ്മമാകട്ടെ അത് ചെയ്താൽ ഫലിനഫ്സിഹി അത് അവന് തന്നെയാണ്, അത് മറ്റാർക്കും വീതിച്ചു കൊടുക്കേണ്ടി വരില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നാൽ വമൻ അസാഅ ഫഅലൈഹാ ആരെങ്കിലും ഒരു തിന്മ ചെയ്തു, നല്ല കാര്യം ചെയ്താൽ അത് അവന് തന്നെയാണ് അതിൻ്റെ ഗുണം. നേരെ മറിച്ച് ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്താൽ, അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ, അള്ളാഹുവിൻ്റെ റസൂലിലൂടെ നിങ്ങൾ ചെയ്യരുത്, കാണരുത്, പോകരുത്, സമ്പാദിക്കരുത്, അങ്ങനെ നിഷിദ്ധമായ തിന്മയാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്താൽ, ഫഅലൈഹാ തൻ്റെ മേൽ തന്നെയാണ്, അതിൻ്റെ ശിക്ഷയും അവന് തന്നെയാണ്. ഒരു കളവ് പറഞ്ഞാൽ, മറ്റൊരാളെ ചതിച്ചാൽ, അസത്യം പറഞ്ഞാൽ, നിസ്കാരം ഒഴിവാക്കിയാൽ, ഏതെങ്കിലും ഒരു തിന്മ ഒരു മനുഷ്യൻ ചെയ്താൽ അതിൻ്റെ ശിക്ഷ നാം തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക, മറ്റൊരാളും അതിൽ പങ്കാളിയാവുകയില്ല. വമൻ അസാഅ ഫഅലൈഹാ ആരെങ്കിലും തിന്മ ചെയ്താലും തൻ്റെ മേൽ തന്നെയാണ് അതിൻ്റെ ദോഷം. എന്നിട്ട് അല്ലാഹു പറയുന്നത്, വമാ റബ്ബുക നിന്റെ റബ്ബ് അല്ല, നിന്റെ റബ്ബ് അല്ല ബിളല്ലാമിൻ, ളുൽമ് അക്രമം, ലല്ലാമ് അക്രമകാരി അല്ല,
വമാ റബ്ബുക ബിളല്ലാമിൻ, നിന്റെ റബ്ബ് അക്രമകാരിയല്ല, ലിൽ അബീദ്, അബ്ദ് അടിമ, അബീദ് അടിമകൾ. നിന്റെ റബ്ബ് അടിമകളോട് അക്രമം പ്രവർത്തിക്കുന്നവൻ അല്ല. അഥവാ നാം ചെയ്ത ഒരു നന്മയുടെ പ്രതിഫലം മറ്റാർക്കെങ്കിലും എടുത്തു കൊടുത്തുകൊണ്ട് അക്രമം അള്ളാഹു നമ്മോട് കാണിക്കില്ല. നാം ഒരു തിന്മ ചെയ്താൽ ആ തിന്മയുടെ പ്രതിഫലം, ആ തിന്മയുടെ ശിക്ഷ കട്ട് ചെയ്തുകൊണ്ട് അള്ളാഹു മറ്റൊരാളെ വഹിപ്പിച്ചുകൊണ്ടോ അള്ളാഹു തആല ഒരു അടിമയെയും ആക്രമിക്കുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്. മൻ അമില സ്വാലിഹൻ ഫലിനഫ്സിഹി വമൻ നസാഅ ഫഅലൈഹാ വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്. ആരെങ്കിലും സൽക്കർമ്മം ചെയ്താൽ തനിക്കു തന്നെയാണ് അതിൻ്റെ നേട്ടമുള്ളത്. ഇനി ആരെങ്കിലും തിന്മ ചെയ്താലോ അതിൻ്റെ ദോഷവും അവന് തന്നെയാണ്. നിന്റെ റബ്ബ് അടിമകളോട് അക്രമം പ്രവർത്തിക്കുന്നവനെ അല്ല. ഇതാണ് ആ ആയത്തിന്റെ സാരം. ഇലൈഹി യുറദ്ദു ഇൽമുസ്സാഅ വമാ തഖ്റുജു മിൻ സമറാത്തിൻ മിൻ അക്മാമിഹാ വമാ തഹ്മിലു മിൻ ഉൻസാ വലാ തളഉ ഇല്ലാ ബിഇൽമി ويوم يناديهم أين شركائي قالوا آذناك ما منا من شهيد. إليه يرد, അള്ളാഹുവിങ്കലേക്കാണ് മടക്കപ്പെടുക. ഇലൈഹി, അള്ളാഹുവിലേക്കാണ്, യുറദ്ദു മടക്കപ്പെടുക. ഇൽമുസ്സാഅ, അന്ത്യഘട്ടത്തിന്റെ അറിവ്, അന്ത്യനാളിന്റെ അറിവ് അള്ളാഹുവിങ്കലേക്കാണ് മടക്കപ്പെടുക. എന്ന് പറഞ്ഞാൽ എന്നാണ് അന്ത്യനാൾ ഉണ്ടാവുക, എപ്പോഴാണ് ലോകാവസാനം, അതിന്റെ സമയം എപ്പോഴാണ് എന്നത് അള്ളാഹുവിന് മാത്രമേ അറിഞ്ഞുകൂടൂ. എന്നാണ് അന്ത്യനാൾ ഉണ്ടാവുക എന്ന് ആരോട് ചോദിച്ചാലും അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതിന്റെ വിജ്ഞാനം അള്ളാഹുവിങ്കലേക്ക് മടക്കുവാനേ നിർവാഹമുള്ളൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും എപ്പോഴാണ് ലോകാവസാനം എന്ന് പറയുക സാധ്യമല്ല. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാൻ, മതകാര്യങ്ങൾ ചോദിച്ചറിയേണ്ടുന്ന വിധത്തെക്കുറിച്ച് സ്വഹാബികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നതും, ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പല കാര്യങ്ങളും ചോദിച്ചു. ഈമാനിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച്, ഇഹ്സാനിനെ കുറിച്ച്. അതിനെല്ലാം കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു ചോദ്യം, മത്തസ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാവുക, എപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാവുക, എന്നാണ് അന്ത്യനാൾ, ആ ലോകാവസാനം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് കൊടുത്ത മറുപടി സുദീർഘമായ ഹദീസിൽ കാണാം. മൽ മസ്ഊലു അൻഹാ ബിഅഅലമ ബിഹാ മിനസ്സാഇൽ, അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടവൻ ചോദ്യകർത്താവിനേക്കാൾ അറിയുന്നവനല്ല. എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ എന്നാണ് ലോകാവസാനം ഉണ്ടാവുക എന്ന കാര്യത്തിൽ ചോദിച്ച ജിബ്രീലേ നീയും ചോദിക്കപ്പെട്ട ഞാനും ആ വിഷയത്തിൽ സമന്മാരാണ്. നിനക്കറിയുന്നത് പോലെ തന്നെ എനിക്കറിയോ എന്നാണ് എന്നെനിക്കറിയില്ല, അതറിയുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത് വളരെ അറിയപ്പെട്ട ആ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഇലൈഹി യുറദ്ദു ഇൽമുസ്സാഅ, അള്ളാഹുവിങ്കലേക്കാണ് അന്ത്യസമയത്തിന്റെ ലോകാവസാന ഘട്ടത്തിന്റെ അറിവ് മടക്കപ്പെടുന്നത്. അള്ളാഹുവിനെ മാത്രമേ അറിയൂ എന്നാണ് ലോകാവസാനം ഉണ്ടാവുക. തുടർന്ന് അള്ളാഹു പറയുന്നത്, വമാ തഖ്റുജു മിൻ സമറാത്തിൻ മിൻ അക്മാമിഹാ വമാ തഹ്മിലു മിൻ ഉൻസാ വലാ തളഉ ഇല്ലാ ബിഇൽമി വമാ തഖ്റുജു പുറപ്പെടുന്നില്ല, പുറത്തു വരുന്നില്ല, മിൻ സമറാത്ത്, ഖറജ പുറപ്പെട്ടു,
മാ തഖ്റുജു പുറപ്പെടുന്നില്ല, സമറാത്ത് പഴങ്ങൾ, ഫലങ്ങളിൽ നിന്ന്, മിൻ സമറാത്തിൻ ഫലങ്ങളിൽ നിന്ന് യാതൊന്നും പുറത്തു വരുന്നില്ല, മിൻ അക്മാമിഹാ അതിൻ്റെ പാളകളിൽ നിന്ന്, സമറാത്ത് പഴങ്ങളുടെ പാളകളിൽ നിന്ന്, അതിൻ്റെ കൊതുമ്പുകളിൽ നിന്ന് ഒന്നുപോലും പുറത്തു വരുന്നില്ല. എന്തോടുകൂടെയല്ലാതെ? അള്ളാഹുവിൻ്റെ അറിവോടുകൂടെയല്ലാതെ, അള്ളാഹു അറിയാതെ. ഒരു മിൻ സമറാത്തിൻ മിൻ അക്മാമിഹാ അവയുടെ കുലകളിലുള്ള പോളകളിൽ നിന്ന് ഒരു ഫലങ്ങളും തന്നെ പുറത്തു വരുന്നില്ല. അള്ളാഹുവിന്റെ വിജ്ഞാനത്തോടുകൂടെ, അവന്റെ അറിവോടുകൂടെ മാത്രമേ എന്തും ലോകത്ത് സംഭവിക്കൂ. ഒന്ന്, അന്ത്യനാള് അതിന്റെ അള്ളാഹുവിന്റെ അറിവിൽ മാത്രം പരിമിതമാണ്, അള്ളാഹുവിനെ മാത്രമേ അതെന്നാണ് എന്നറിയൂ. രണ്ടാമത്തേത് വമാ തഖ്റുജു മിൻ സമറാത്തിൻ മിൻ അക്മാമിഹാ ഏത് ഫലങ്ങളും ഏത് പഴങ്ങളും അവയുടെ കുലകളിലുള്ള പോളകളിൽ നിന്ന് പുറത്തു വരുന്നില്ല. മൂന്നാമത്തേത് വമാ തഹ്മിലു മിൻ ഉൻസാ വലാ തളഉ ഇല്ലാ ബിഇൽമി വമാ തഹ്മിലു ഗർഭം ധരിക്കുന്നുമില്ല, മിൻ ഉൻസാ ഒരു സ്ത്രീയും ഒരു പെണ്ണും ഗർഭം ധരിക്കുന്നില്ല, വലാ തളഉ അവൾ പ്രസവിക്കുന്നുമില്ല, ഇല്ലാ ബിഇൽമിഹി അല്ലാഹുവിന്റെ അറിവോട് കൂടെയല്ലാതെ. അപ്പോൾ ഏതൊരു സ്ത്രീ ഗർഭം ധരിക്കുന്നുവോ അത് അള്ളാഹുവിന്റെ അറിവോട് കൂടെയാണ്. അള്ളാഹു അറിയാതെ ഒരു പെണ്ണും ഗർഭം ധരിക്കുന്നില്ല, ഒരു പെണ്ണും അള്ളാഹുവിന്റെ അറിവില്ലാതെ, അള്ളാഹു അറിയാതെ, അള്ളാഹു രേഖപ്പെടുത്താത്ത ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. വലാ തളഉ ഇല്ലാ ബിഇൽമി അള്ളാഹുവിന്റെ അറിവോടുകൂടെയല്ലാതെ ഒരു പെണ്ണും പ്രസവിക്കുന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം കഴിയുന്ന, അവന് മാത്രമുള്ള ഒരു വിശേഷണമാണ്. 3 വിശേഷണങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഈ ആയത്തുകളുടെ തുടക്കത്തിൽ. ഒന്ന്, അള്ളാഹുവിങ്കലേക്കാണ് അന്ത്യസമയത്തിന്റെ അറിവ് മടക്കപ്പെടുന്നത്. എന്നാണ് അന്ത്യനാൾ ഉണ്ടാവുക എന്നത് അള്ളാഹുവിനെ മാത്രമേ അറിയൂ. ഒരു ശേഖനും ഒരു ബീവിക്കും അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ഒരാൾക്കും അതറിയില്ല. അതേ പ്രകാരം ഏതൊരു ഫലങ്ങളും ഏതൊരു പഴങ്ങളും അതിൻ്റെ കുലകളിലുള്ള പോളകളിൽ നിന്ന് പുറത്തു വരുമ്പോ അതെന്താണ്, അതെപ്പോഴാണ് അത് സംഭവിക്കുക, അത് പുറത്തു വരിക, ഏത് പഴമാകണം, എല്ലാം റഹ്മാനായ റബ്ബിന്റെ അറിവിൽ മാത്രം പരിമിതമാണ്. അള്ളാഹുവിനെ മാത്രമേ അത് അറിയുകയുള്ളൂ. അള്ളയെ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതേ പ്രകാരം ഒരു പെണ്ണ് പ്രസവിക്കുന്നതും അവൾ ഗർഭം ധരിക്കുന്നതുമൊക്കെ റഹ്മാനായ റബ്ബ് അറിഞ്ഞുകൊണ്ട് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. എല്ലാം അള്ളാഹുവിന് കൃത്യമായി അറിയാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം രൂഢമൂലമാക്കണം. അതിലൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല. ഈ ആയത്തിൽ 3 കാര്യങ്ങളാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇത് അള്ളാഹുവിന്റെ അറിവോടുകൂടെയാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇത് മാത്രമാണോ? അല്ല. ലോകത്ത് നടക്കുന്ന, നമ്മൾ കാണുന്ന, അനുഭവിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, എത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ, ചെറുതോ വലുതോ വ്യത്യാസമില്ലാതെ വളരെ കൃത്യമായി, സൂക്ഷ്മമായും കൃത്യമായും അറിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമല്ല, അത് സംഭവിക്കുന്നതിന്റെ മുമ്പ് തന്നെ റഹ്മാനായ റബ്ബിനറിയാം. ഒരു പെണ്ണ് ഗർഭം ധരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവൾ ഗർഭം ധരിക്കുന്നവളാണെന്നും അവൾക്ക് എത്ര കുട്ടികൾ ഉണ്ടാകണമെന്നും എല്ലാം റഹ്മാനായ റബ്ബിന് വളരെ കൃത്യമായി തന്നെ ഏതൊരു കാര്യവും സംഭവിക്കുന്നതിന്റെ മുമ്പ് തന്നെ റഹ്മാനായ റബ്ബിന് അറിയാം എന്നതാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് അല്ലാഹു തആല പറയുന്നത്, എന്നാൽ റഹ്മാനായ റബ്ബിനെ ഇതെല്ലാം ചെയ്തു തരുന്ന, ഇതെല്ലാം അറിയുന്ന ആ റബ്ബിനെ മാറ്റിവെച്ചുകൊണ്ട്, ആ റഹ്മാനായ റബ്ബിനെ മറന്നുകൊണ്ട് അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്ന ചില മനുഷ്യന്മാർക്കുള്ള മുന്നറിയിപ്പാണ്. അവർ പരലോകത്ത് വരുമ്പോ അവർക്കുണ്ടാകുന്ന അവസ്ഥകളെ കുറിച്ചാണ് ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നത്. وَيَوْمَ يُنَادِيهِمْ أَيْنَ شُرَكَائِي قَالُوا آذَنَّاكَ مَا مِنَّا مِنْ شَهِيدٍ. വയൗമ ദിവസം,
യുനാദിഹിം, അവൻ അവരെ വിളിക്കുന്ന ദിവസം, അവൻ അവരെ വിളിച്ചു ചോദിക്കുന്ന ദിവസം. അല്ലാഹു മനുഷ്യരാകുന്ന ചിലരെ വിളിച്ചു ചോദിക്കുന്ന ദിവസം. എന്താണ് അല്ലാഹു വിളിച്ചു ചോദിക്കുന്നത്? എന്താണ് അല്ലാഹു വിളിച്ചു ചോദിക്കുന്നത്? ഐന, എവിടെയാണ്, ശുറക്കാഇ, എന്റെ പങ്കുകാർ എവിടെ? അല്ലാഹു വിളിച്ചു ചോദിക്കുക, എന്റെ പങ്കുകാർ എവിടെയാണ്? നിങ്ങൾ അന്ന് വാദിച്ചിരുന്നുവല്ലോ, ലോകം നിയന്ത്രിക്കുന്നത് ഞാൻ മാത്രമല്ല, ആകാശലോകത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത് ഞാൻ മാത്രമല്ല, അതിൽ പലർക്കും പങ്കുണ്ട് എന്നോടൊപ്പം എന്നതായിരുന്നില്ലേ നിങ്ങളുടെ വാദം? മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നത് എനിക്ക് മാത്രമല്ല, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭകമെന്നോവർ എന്ന് നിങ്ങൾ പല ശേഖുമാരെ കുറിച്ചും വിശ്വസിച്ചിരുന്നുവല്ലോ. എന്നിൽ പലരെയും നിങ്ങൾ പങ്കാളികളാക്കിയിരുന്നു. എനിക്ക് മാത്രമുള്ള പലതും, എനിക്ക് മാത്രമുള്ള വിശേഷണങ്ങൾ പലതും പലർക്കും നിങ്ങൾ വകവെച്ചു കൊടുത്തിരുന്നു, നിങ്ങൾ പങ്കു ചേർത്തിരുന്നു. അള്ളാന്റെ ചോദ്യാണ് വയൗമ യുനാദിഹിം. അള്ളാഹു ചോദിക്കുകയാണ്, അവൻ വിളിച്ചു ചോദിക്കുന്ന ദിവസം, ഐന ശുറകാഇ, എനിക്ക് നിങ്ങൾ അന്ന് ചേർത്തിരുന്ന ആ പങ്കുകാരൊക്കെ എവിടെ? അന്ന് നിങ്ങൾ വിളിച്ചു തേടിയിരുന്ന പലതും പലർക്കും കഴിയുമെന്ന് നിങ്ങൾ വാദിച്ചിരുന്ന ആ പങ്കുകാർ എവിടെ എന്ന് ചോദിക്കുമ്പോ ആളുകളുടെ മറുപടി, ആ പങ്കു ചേർത്തവരുടെ മറുപടി, ഖാലൂ, അവര് പറയുന്നതാണ്, ആദന്നക, ഞങ്ങൾ നിന്നോട് പ്രഖ്യാപിക്കുന്നു, ആദന്നക, ഞങ്ങൾ നിന്നെ അറിയിക്കുന്നു, മാമിന്ന, ഞങ്ങളിൽ നിന്ന് ആരുമില്ല, മിൻ ഷഹീദ്, സാക്ഷ്യം വഹിക്കുന്ന ദൃക്സാക്ഷിയായ ഒരാളും ഞങ്ങളിൽ ഇല്ല. അവർ പറയും, ഞങ്ങൾ നിന്നോട് പ്രഖ്യാപിക്കുന്നു, ഞങ്ങളിൽ അതിന് സാക്ഷ്യം വഹിക്കുന്ന ഒരാളുമില്ല. ഞങ്ങൾ അന്ന് അങ്ങനെയൊക്കെ വാദിച്ചിരുന്നു. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളോതി, ഹദീസുകളോതി, അള്ളാഹുവിനെ മാത്രമുള്ള അവകാശങ്ങൾ, അള്ളാഹുവിനെ മാത്രം അറിയാവുന്ന കാര്യങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ, അവന്റെ സിഫാറ്റുകൾ, അവന്റെ അസ്മാഉകൾ എല്ലാം ഞങ്ങളെ പഠിപ്പിച്ചപ്പോഴും പലരും ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, നിന്നെ പങ്കു ചേർക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു. അതാണ് ഏറ്റവും ഗുണകരമെന്നും നിന്നിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം സ്ഥാപിക്കുവാൻ അതാണ് മാർഗമെന്നും വിശ്വസിച്ചു ഞങ്ങളെ വിശ്വസിപ്പിച്ചു. പക്ഷേ അവരെ ഞങ്ങൾക്ക് കാണാനില്ല, ഞങ്ങൾ നിന്നിൽ പങ്കുചേർത്ത ആളുകളെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ഞങ്ങൾ നിന്നോട് പറയുന്നത് ഞങ്ങളിൽ നിന്ന് അവരെ സാക്ഷ്യം വഹിക്കുന്ന, അവരെ കാണാനില്ല, അവരെ സാക്ഷ്യം വഹിക്കുന്ന ഒരാളും ഞങ്ങളുടെ കൂട്ടത്തിലില്ല എന്ന് അവർ മറുപടി പറയും എന്ന് പറഞ്ഞിട്ട് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മറുപടി 48-ാമത്തെ ആയത്തിലും പറയുന്നു. തുടർന്ന് അല്ലാഹു പറയുന്നു, وَضَلَّ عَنْهُمْ مَا كَانُوا يَدْعُونَ مِنْ قَبْلُ وَظَنُّوا مَا لَهُمْ مِنْ مَحِيصٍ. وَضَلَّ, തെന്നിപ്പോവുകയും ചെയ്തു, മറഞ്ഞു പോവുകയും ചെയ്തു, അൻഹും, അവരെ വിട്ട് മറഞ്ഞു പോയിരിക്കുകയാണ്, തെറ്റിപ്പോയിരിക്കുകയാണ്. ആര്? മാകാനു, ആ ആളുകൾ ആയിരുന്നു, അവരായിരുന്നു, യദ്ഊന, അവർ വിളിക്കുന്നവരായിരുന്നു, അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു, മിൻ ഖബിൽ, മുമ്പ് ദുനിയാവിൽ വെച്ച് അവർ വിളിച്ചു തേടിയിരുന്ന, അവർ സഹായാർത്ഥന നടത്തിയിരുന്ന ആ ആളുകളൊക്കെ അവരിൽ നിന്ന് മറഞ്ഞു പോയിരിക്കുന്നു, ആരെയും കാണാനില്ല. ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടരുത് എന്ന് പറയുമ്പോ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, നമുക്ക് ഉത്തരം നൽകാൻ കഴിയുന്നവൻ, നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുന്നവൻ റഹ്മാനായ റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനോട് മാത്രമേ സഹായം തേടാവൂ എന്ന് പറയുമ്പോ, അല്ല, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളായ ഞങ്ങൾക്ക് റഹ്മാനായ റബ്ബിനോട് നേരിട്ട് ചോദിക്കാനുള്ള അവകാശമില്ല, അതുകൊണ്ട് ഇവർ മുഖേന ചോദിച്ചാലേ കിട്ടൂ, അവർ നാളെ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമെന്ന വിശ്വാസത്തിൽ ചോദിക്കുന്നവർക്ക് റഹ്മാനായ റബ്ബ് കൊടുക്കുന്ന മറുപടി, വളല്ല അൻഹും മാ കാനൂ യദ്ഊന മിൻ ഖബൽ, അവർ മുമ്പ് വിളിച്ചു പ്രാർത്ഥിച്ചു വന്നിരുന്നവ അവരിൽ നിന്ന് തെറ്റി മറഞ്ഞു പോവുകയും ചെയ്തു.
എല്ലാവരും കൈയൊഴിഞ്ഞു, ആരെയും കാണാനില്ല. രക്ഷക്കുണ്ടാകുമെന്ന് വിശ്വസിച്ച ആരെയും നാളെ പരലോകത്ത് കാണുകയില്ല. മാത്രമല്ല വളന്നു മാലഹും മിൻ മഹീസ്, വളന്നു അവർ വിചാരിക്കുകയും അവർ ധരിക്കുകയും ചെയ്തു, മാലഹും അവർക്കില്ല മിൻ മഹീസ്, ഓടിപ്പോകാനുള്ള രക്ഷപ്പെടാനുള്ള ഒരു സ്ഥലവും അവർക്കില്ല എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്തു. നാളെ പരലോകത്ത് നിന്ന് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച ആളുകൾ അവിടെ വരുമ്പോ അവർ ആരെയാണോ ആരാധിച്ചിരുന്നത്, അള്ളാഹുവിന് പുറമെ ആരെയാണോ അവർ പങ്കാളികളാക്കിയിരുന്നത്, അവരെയൊന്നും കാണാനില്ല. എവിടെയെന്ന് ചോദിക്കുമ്പോ അവരെയൊന്നും കാണാനില്ല എന്ന മറുപടിയാണ് ഉണ്ടാവുക. എല്ലാവരും മറഞ്ഞു പോകും. അവസാനം വളന്നു മാലഹും മിൻ മഹീസ്, ഓടിപ്പോകാനുള്ള ഒരു രക്ഷാസ്ഥലവും ഞങ്ങൾക്ക് ഇല്ല എന്ന് അവർക്ക് ഉറപ്പ് വരികയും ചെയ്യും. കൃത്യമായി ബോധ്യപ്പെടും, ഞങ്ങൾ വിചാരിച്ച ലോകമല്ല, ഇവിടെ രക്ഷയ്ക്ക് റഹ്മാനായ റബ്ബ് മാത്രമേ ഉള്ളൂ, മറ്റൊരാളും ഞങ്ങളുടെ രക്ഷക്കെത്തുകയില്ല. അതുകൊണ്ട് ഈ പരലോകത്ത് നിന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകാനും കഴിയില്ല എന്ന് കൃത്യമായി അവർക്ക് ഉറപ്പ് വരുന്ന ഒരു ദിവസമാണ്. അവിടെ വെച്ചുകൊണ്ട് ഉറപ്പ് വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും. അവിടെ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ വിളിച്ചു തേടിയ ആ ശുറക്കാകൾ എവിടെ എന്ന് നാളെ റഹ്മാനായ റബ്ബിന്റെ ചോദ്യമുണ്ടാകും. നിങ്ങൾ വിളിച്ചു തേടിയ ശേഖന്മാരെവിടെ, ബീവിമാരെവിടെ, ബിംബങ്ങൾ എവിടെ? പലരെയും വിളിച്ചു തേടിയിരുന്നല്ലോ, പ്രാർത്ഥിച്ചിരുന്നല്ലോ, എവിടെ എന്ന് ചോദിക്കുമ്പോ കൈമലർത്തേണ്ടി വരും. ആരും ഉണ്ടാവുകയില്ല. അവിടുന്ന് ഓടി രക്ഷപ്പെടാനും കഴിയാത്ത ഒരു ലോകമാണ്. അവിടെ വിചാരണയുണ്ടെന്ന കൃത്യമായ ബോധം നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാവുക, അവനോട് മാത്രം വിളിച്ചു തേടുന്നവരാവുക. തൗഹീദിൽ ഉറച്ച ജീവിതം നാം നേടിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.